കാസർഗോഡ് ചീമേനിയിൽ പുലയന്നൂർ ഗ്രാമത്തിൽ 2017 ഡിസംബർ 13 രാത്രി നടന്ന കൊലപാതക കേസ്. ജാനകി ടീച്ചർ, കൃഷ്ണമാഷ് ദമ്പതികൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട രാത്രി. വീടിന് കുറച്ചകലെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ അധികം അയൽവാസികൾ പരിസര പ്രദേശങ്ങളിൽ ഇല്ലാതിരുന്ന രാത്രി 9 മണിക്ക് ശേഷം കോളിംഗ് ബെൽ അടിച്ചത് കേട്ട് വാതിൽ തുറന്ന് ജാനകി ടീച്ചർ മുഖം മൂടിധാരികളായ 2 പേരെ കാണുന്നു. ഇരുവരും ആ സ്ത്രീയെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ ടേപ്പ് ഒട്ടിച്ച് നിശബ്ദയാക്കി ബലമായി അവരുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ ഒന്നൊന്നായി അഴിച്ചെടുത്തു. ജാനകി ടീച്ചർ പ്രതികളെ തിരിച്ചറിഞ്ഞു എന്ന് പ്രതികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടീച്ചറെ കഴുത്തറുത്ത് അവർ കൊന്നു. പ്രതിരോധിക്കാൻ വന്ന കൃഷ്ണൻ മാഷിനെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. മൃദുപ്രായനായ കൃഷ്ണൻ മാഷ് ഫോണിൽ പോലീസിനെ ബന്ധപ്പെട്ടു. ചീമേനി പോലീസ് സംഭവ സ്ഥലത്തെത്തി. ടീച്ചർ അപ്പോഴേക്കും മരിച്ചിരുന്നു. കൃഷ്ണൻ മാഷിന് ആവശ്യമായ ചികിത്സകൾ നൽകി. മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൃഷ്ണൻ മാഷിൽ നിന്നും മൊഴിയെടുത്തു. ഏകദേശം 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് അതിക്രമിച്ച് കയറിയത്. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലപാതക കാരണം മോഷണം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. നാട്ടിൽ വന്നതും ആ ഇടയ്ക്ക് തിരിച്ചു പോയതുമായ എല്ലാ ഹിന്ദിക്കാരെയും പറ്റി പോലീസ് അന്വേഷിച്ചു. നിരവധി ഉത്തരേന്ത്യക്കാർ പുലയന്നൂർ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണം അവരിലേക്ക് സ്വാഭാവികമായി കേന്ദ്രീകരിച്ചു. ആ ഇടയ്ക്ക് തിരിച്ചുപോയ ചില ഉത്തരേന്ത്യക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ തേടി പോലീസ് മഹാരാഷ്ട്രയിലേക്കും രാജസ്ഥാൻ്റെ ഉൾഗ്രാമങ്ങളിലേക്കും വരെ അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നൊന്നും പോലീസിന് കാര്യമായ തുമ്പകൾ ലഭിച്ചില്ല. ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരുവിധ അന്വേഷണ പുരോഗതിയും ഇല്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പി. ബന്ധുക്കളെയും, എന്തിനേറെ പറയുന്നു കൃഷ്ണൻ മാഷിനെ വരെയും പോലീസ് സംശയിച്ചു. ജനരോഷം ഇരമ്പി. ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. കൊലപാതക കേസിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ ഇനാം പോലീസ് പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചീമേനി പോലീസിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. അയാൾ ഇങ്ങനെ പറഞ്ഞു: കുറച്ച് ദിവസമായി എൻ്റെ മകൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണം കാണുന്നു. എനിക്ക് അതിൽ ഒരു അസ്വാഭാവികത തോന്നുന്നു. പോലീസ് ഉടൻ തന്നെ ഫോൺ കോൾ ചെയ്ത് ആളുടെ വീട്ടിൽ എത്തി പരിശോധിച്ചു. അവിടെ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ഒരു രസീത് കണ്ടെടുത്തു. അത് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അത് ജാനകി ടീച്ചറിൻ്റെ ആഭരണങ്ങൾ തന്നെ ആയിരുന്നു. പോലീസ് ചെറുപ്പക്കാരനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. ആദ്യം അത് തൻ്റെ കാമുകിയുടെ ആഭരണങ്ങൾ ആണെന്ന് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം ഏറ്റുപറഞ്ഞു. ചേർക്കളം സ്വദേശി വിശാഖ് ആയിരുന്നു അത്. തുടർന്ന് സുഹൃത്ത് റെനീഷിനെയും അറസ്റ്റ് ചെയ്തു. വിശാഖ് കൽക്കട്ട് തൊഴിലാളിയായിരുന്നു. റെനീഷ് പാതി വഴിയിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ചില്ലറ ജോലികൾ ചെയ്യുന്നയാളും. കൂട്ടുപ്രതിയായ അരുൺകുമാർ അപ്പോഴേക്കും വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരുന്നു. അരുൺകുമാറിൻ്റേതായിരുന്നു മോഷണത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഒറ്റപ്പെട്ടു നിന്നിരുന്ന വീട്ടിൽ ജാനകി ടീച്ചറിനെ ബന്ധിച്ച് അവരുടെ ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി ജാനകി ടീച്ചറിൻ്റെ വീടിന് കുറച്ചകലെയുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം തിരഞ്ഞെടുത്തു. കൂട്ടാളികളായ വിശാഖും റെനീഷും പുലയന്നൂർ LP സ്കൂളിൽ ജാനകി ടീച്ചറിൻ്റെ ശിഷ്യന്മാർ ആയിരുന്നു. ടീച്ചറിൻ്റെ വീടിനടുത്ത് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ് ഇരുവരുടെ വീടും. ടീച്ചറിൻ്റെ വീടും പരിസരവും നന്നായി അറിയാവുന്ന ഇവർ വീട്ടിൽ ടീച്ചറും കൃഷ്ണൻ മാഷും മാത്രമേ ഉള്ളുവെന്നും ടീച്ചറിൻ്റെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയിരുന്നു. കൃത്യം നടന്ന് 70-ലേറെ ദിവസം യാതൊരുവിധ സംശയങ്ങൾക്കും ഇട നൽകാതെ ഇവർ നാട്ടുകാർക്കിടയിൽ ജീവിച്ചു. പോലീസിൻ്റെ അന്വേഷണം സസൂക്ഷ്മം ഇവർ നിരീക്ഷിക്കുകയായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് കുളം വറ്റിച്ചപ്പോഴും കുത്തിയ കത്തി തിരഞ്ഞപ്പോഴും പോലീസിനെ സഹായിച്ച് മുന്നിൽ നിന്നവർ ആയിരുന്നു ഇരുവരും. ഇവരുടെ അറസ്റ്റിൽ നാട്ടുകാർ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. അരുണിൻ്റെ മാസ്റ്റർ പ്ലാനിൽ കമങ്ങുംതോട്ടത്തിൽ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ജാനകി ടീച്ചറിൻ്റെ വീട് തിരഞ്ഞെടുക്കുകയായിരുന്നു. വീട്ടിൽ
വൃദ്ധദമ്പതികൾ മാത്രമാണ് ഉള്ളതെന്ന് ഉറപ്പാക്കിയ ശേഷം പരിസരം തിരയുവാനായി ഒരാൾ റോഡിൽ നിന്നു. മറ്റു 2 പേർ വീടിനുള്ളിലേക്ക് കടന്ന് ടീച്ചറെ ബന്ദിയാക്കി ആഭരണങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇതിനിടയിൽ മുഖം മൂടിക്കുള്ളിൽ നിന്ന് പോലും ജാനകി ടീച്ചർ തൻ്റെ ശിഷ്യനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് പ്രതികൾ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതികൾ പാടം മുറിച്ചു കടന്ന് കലുങ്കിൽ എത്തി. കത്തി പുഴയിൽ വലിച്ചെറിഞ്ഞ് സാധാരണ മട്ടിൽ അവരവരുടെ വീടുകളിലേക്ക് പോയി തികച്ചും സ്വാഭാവികമായി ജീവിച്ചു. പിന്നീട് അന്വേഷണം തണുത്തുവെന്ന് തോന്നിയപ്പോൾ ആണ് ആഭരണങ്ങൾ വിൽക്കുവാൻ തീരുമാനിച്ചത്. പോലീസ് തുടർ അന്വേഷണത്തിൽ ശാസ്ത്രീയമായ മറ്റു തെളിവുകളും പ്രതികൾക്ക് എതിരായി ലഭിച്ചിരുന്നു. ഗുരുവിനെ ദൈവതുല്യമായി കാണേണ്ടിയിരുന്നവർ ആ വൃദ്ധയായ സ്ത്രീയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി അവരെ കൊലപ്പെടുത്തി. 2019 കോടതി വിചാരണ പൂർത്തിയായി. 1-ാം പ്രതിയെയും 3-ാം പ്രതിയെയും ശിക്ഷിക്കുകയും തെളിവുകളുടെ അഭാവത്തിൽ 2-ാം പ്രതിയെ വിട്ടയക്കുകയുമാണ് ഉണ്ടായത്.